ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് ശത്രുക്കളുടെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഉദ്ദേശ്യം എന്താണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ശത്രുക്കൾക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം എന്താ പറയുക, ഒരു താലിയിലാണ് പിടി വീണിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെതായിട്ടുള്ള ആ ഒരു പാർട്ടിൽ കുടുംബം മൊത്തം അത് ബാധിക്കുന്ന ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യം. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഈ കടലിൻ്റെ സൈഡിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ മണലുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള വീടുകൾ ഒക്കെ ഉണ്ടാക്കൂലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മണ്ണുകൊണ്ട് ഇങ്ങനെ വളരെ ക്ഷമയോടുകൂടി ഉണ്ടാക്കി വെക്കൂലേ, അത് ഒരൊറ്റ ഇതിന് വന്ന് കടലങ്ങോട്ട് എടുത്തോണ്ട് പോകൂലേ, ആ ഒരു പരിപാടി ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഈ കെയർ ചെയ്ത് കൊണ്ടുവന്ന നിങ്ങളുടെ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, അതിലിട്ടാണ് ഇവിടെ പല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിന്, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം മാത്രമല്ല, അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക്, തർക്കങ്ങൾക്കൊക്കെ വഴിയൊരുക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പാർട്ട്ണറിനോടോ കുടുംബത്തിലുള്ളവരോടോ തർക്കങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിലോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് തർക്കങ്ങൾ ഒരുപാട് ഉണ്ടാവുന്നു. ആ തർക്കങ്ങളിൽ കൂടി നിങ്ങൾ നെഗറ്റീവ് ആവുക, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് കഥാപാത്രമാണെന്ന് ഉള്ള രീതിയിൽ ലോകത്തിന് മുമ്പേ കാണിക്കുക. കൂടെ ഉള്ളവരുടെ അടുത്തും നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുക. അതിനുള്ള പരിപാടികളൊക്കെ നിങ്ങളുടെ ശത്രുസ്ഥാനം നല്ല ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇപ്പം ഈ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പൊ പുറത്താണ് എന്നുള്ള ഒരു സ്ഥിതിയിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവര് നല്ല രീതിക്ക് ചരട് വലിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാക്കാം, നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടലുകൾ ഉണ്ടാക്കാം, നിങ്ങൾ എങ്ങനെയൊക്കെ ആയിത്തീരണം എന്നുള്ള കാര്യങ്ങൾ ഇവരുടെ അണ്ടറിൽ കൂടി നടക്കണം എന്ന് ഇവര് തീരുമാനിച്ച് അതിനുള്ള കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്, ചെയ്യുന്നുമുണ്ട്. അത് നിങ്ങൾക്ക് നന്നായിട്ട് ഫലിക്കുന്നുമുണ്ട് ഇവിടെ. കാരണം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ദാരിദ്ര്യത്തിന് വരെ, നമുക്ക് എന്തുണ്ടെങ്കിലും മാനസികമായിട്ടുള്ള ഒരു ദാരിദ്ര്യമാണ് ഭയങ്കര വലിയ ദാരിദ്ര്യം. ആ ഒരു കാര്യം ഇവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ശത്രുസ്ഥാനം ആരാണെന്ന് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ നിങ്ങൾ നിസ്സഹായത ഉള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല.
നിങ്ങൾ ഒരു എന്താ പറയുക, ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. കാരണം ഇത് കുറച്ചായി കുറച്ച് നാളായി ഇത് തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങളെ കൊണ്ട് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ചില ആളുകൾ കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള പരിപാടികളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അതിലല്ലാത്ത ആളുകൾ വീണ്ടും പല കാര്യങ്ങളും ഏറ്റുമേടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ശത്രുസ്ഥാനം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളവര്, എന്തും ചെയ്യാൻ മനസ്സുള്ളവര്. കാരണം നമ്മളിപ്പോ എന്താ പറയാ, ചില ആളുകൾക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ ഒരു കഠിന മനസ്സുണ്ടാവും. അങ്ങനെയുള്ള ഒരു മനസ്സിനുടമയാണ് ഈ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നത്. അവരുടേതായിട്ടുള്ള ആ വാശി അവിടെ ജയിച്ചാൽ മതി. അതിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പോകണം അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാകണം എന്നുള്ള ഒരു മനസ്സിനുള്ള ഒരു ഇത് ഇവർക്ക് ഉണ്ടാവുന്നില്ല. അവരുടെ വാശി ജയിക്കുക, അവരെന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ഒന്നല്ലെങ്കിൽ സ്വത്ത് കാര്യങ്ങളായിരിക്കാം, പണമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തിബന്ധങ്ങളെ ആയിരിക്കാം. ആ ലക്ഷ്യം വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇവർക്ക് സ്വന്തമാവുക. നിങ്ങളുടെ അടുത്തുനിന്ന് ഇതെല്ലാം പൂർണ്ണമായിട്ടും നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത പോലെ കടലെടുത്തോണ്ട് പോകുന്നത് പോലെ എടുത്തോണ്ട് പോവുക എന്നാണ് നിങ്ങളുടെ ഈ ശത്രുസ്ഥാനം വിചാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളതാണ് എല്ലാവരും, ഇങ്ങനെയുള്ളവർക്ക് കർമ്മ കിട്ടുമോ? ഇങ്ങനെയുള്ളവർക്ക് എന്തായാലും കർമ്മ കിട്ടും. നമ്മൾ ആരെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം, അത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ കഠിന മനസ്സിനൊരു ഉത്തരം കിട്ടും. ഇങ്ങനെ കിട്ടായികയൊന്നുമില്ല. ഇവിടെ അങ്ങനെയുള്ള രീതി നന്നായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് പുതിയ പരിപാടികളിലോട്ട് പോകണം, നല്ല കാര്യങ്ങളിലോട്ടൊക്കെ പോകണം. നിങ്ങൾക്ക് അതീവമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും എങ്ങും ചെയ്യാൻ പറ്റുന്നില്ല, എത്താൻ പറ്റുന്നില്ല, എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോ ഒരു കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ പറയാ, നിങ്ങളുടെ ഇപ്പൊ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരത്തില് സാധനം ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്കത് എടുക്കാൻ വേണം. പക്ഷെ നിങ്ങളത് എടുത്തു വരുമ്പോൾ കക്ഷത്തിലിരിക്കുന്നത് പോവും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഈ നിങ്ങളുടേതായിട്ടുള്ള ഈ മർമ്മസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള ശത്രുവിന്റെ പ്രബലത്വം കൂടുതൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള വിവരങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള പരിപാടികൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ അറിയാവുന്ന ആളുണ്ടായിരിക്കണം. അത് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിച്ച ആളുകൾ തന്നെ ശത്രു രീതിയിലായതായിരിക്കാം. എങ്ങനെയൊക്കെയോ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിക്ക് കൃത്യമായിട്ട്, ഇപ്പൊ എന്താ വാട്സപ്പിൽ നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. അതാണ് അതിനുള്ള പരിപാടി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് ശത്രുവായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. കാരണം നിങ്ങളുടെ പരിപാടികളോ നിങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാതെ ഇത്രയും മർമ്മസ്ഥാനങ്ങളിൽ ബ്ലാക്ക് മാജിക്കിന്റെ എനർജി ഒന്നും ചെയ്തു വെക്കാൻ പറ്റത്തില്ല. കാരണം നല്ല രീതിക്ക് ഇവിടെ ബ്ലാക്ക് മാജിക് എനർജി കാണിക്കുന്നുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ പറയുന്ന കഴിഞ്ഞ ദിവസം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുകയാണ്, ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ആയിരിക്കും. ഇപ്പൊ ഒരാൾക്ക് ചെയ്തതായിരിക്കില്ല മറ്റൊരാൾക്ക് ഏറ്റിരിക്കുന്നത്, മറ്റൊരാൾക്കുള്ളതായിരിക്കില്ല വേറൊരാൾക്കുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാതെ ഇതിനെന്ത് പരിഹാരം പറയും? ജനറൽ ആയിട്ട് കുറെ പരിഹാരങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം ഇതിൽ നല്ല രീതിയിൽ ബന്ധനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അവരുടേതായിട്ടുള്ള, അവരിങ്ങനെ ചക്രം തിരിക്കും, നിങ്ങൾ ആ ചക്രത്തിനോടുകൂടി നിങ്ങളും തിരിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും ആ ഒരു കാര്യത്തിൽ കൂടി തന്നെ അവരുടെ കയ്യിൽ അതിന്റെ പിടിവള്ളി അവര് വലിക്കും. ആ വലിക്കുമ്പോൾ ആ വള്ളിയിൽ ഇവരുദ്ദേശിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കണം. പക്ഷെ അതിന്റെ നെഗറ്റീവ് കാര്യങ്ങൾ, അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ്, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും, മക്കളുണ്ടെങ്കിൽ അവർക്ക് വരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നടക്കേണ്ടതായിട്ടുള്ള പല
നല്ല കാര്യങ്ങൾക്കും തടസ്സങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഇന്ന് കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടായിക എന്തിനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്നല്ലെങ്കിൽ സ്വയം നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഓ അതൊക്കെ കിട്ടുമോ, അല്ലെങ്കിൽ നടക്കുവോ, പിടിക്കുവോ, അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ തന്നെ ഒരു നിങ്ങളെ പിന്നോട്ട് വലിക്കല്, അല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ ഒരു ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവിപ്പിക്കുന്ന പരിപാടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങളിപ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനോടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ കുടുംബത്തിൽ ആരോടെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുക ജോലി സ്ഥലങ്ങളിലായിരിക്കാം. തർക്കങ്ങൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഉണ്ടാവുന്നുണ്ടാവും. നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ അതൊരു തർക്കത്തിലോട്ട് നിങ്ങൾ പോലും അറിയാണ്ട് വീണു പോകുന്നതായിരിക്കാം. പക്ഷെ നിങ്ങൾ നെഗറ്റീവായി പോകും. മനസ്സിലായോ? നിങ്ങൾ കുറ്റക്കാരിയാവും. യഥാർത്ഥത്തിൽ തർക്കം ഉണ്ടാവുന്ന ആ ഒരു കണ്ടന്റ് ഇല്ലേ, ആ ഒരു സംഭവം നല്ലതുമായിരിക്കും. നിങ്ങൾ പറഞ്ഞും വിളിച്ചും കാണിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്ന നിങ്ങൾ കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ മുദ്ര കുത്തുകയും ചെയ്യും. ഇത് പുറത്തു നിന്നുണ്ടാക്കുന്ന ആളുകൾ നല്ല രീതിക്ക് സന്തോഷവും സമാധാനവും ഇതൊക്കെ കണ്ട് നിർവൃതി അടയുകയും ചെയ്യുന്ന ആളുകളാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് നോക്കാം. കാരണം ആരുടെയൊക്കെയോ എന്തിൻ്റെയൊക്കെയോ പേരിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ എന്താ പറയാ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകത്തിൽ സുലഭം, അങ്ങനെയല്ലേ, അത് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകള് കൂടുതൽ ഇതിൻ്റെ അകത്ത് ശത്രുസ്ഥാനത്ത് നിൽക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. എനിക്ക് തന്നെ ജയം വേണം എന്നുള്ള ഒരു ഇതില്, ഞാൻ തന്നെ ജയിക്കണം, അതില് ആ ശത്രുസ്ഥാനം വിചാരിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്. അവര് തന്നെ ജയിക്കണം, അവര് കുറെ കാര്യങ്ങൾ ഇങ്ങനെ മനക്കോട്ടകൾ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലോട്ട് ഇങ്ങനെ എത്തിച്ചേർക്കണം, പൂർണ്ണമായിട്ടും ആ ഒരു കാര്യത്തിന് പൂർണ്ണത വരുത്തണം എന്നുള്ള രീതിയിൽ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനെ മൊത്തം വട്ടം കറക്കി ഒരു എന്താ പറയാ, എങ്ങോട്ടൊന്നില്ലാതെയുള്ള ഒരു അലച്ചില്, മനസ്സിനായിരിക്കാം, ചിലപ്പോൾ ശരീരത്തിനായിരിക്കാം, എങ്ങോട്ടൊന്നും ഇല്ലാത്ത ഒരു എന്താ പറയാ, ഒരു എങ്ങോട്ടാണ് ഈ ഇത് പോകുന്നത്, ഈ ലൈഫ് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു പരസ്പരം ഒരു ഐക്യമില്ലായ്മ, ഒരു എന്താ പറയാ, നാളെ നേരം വെളുക്കുമ്പോൾ നാളെ നേരം വെളുക്കും, രാത്രിയാകുമ്പോൾ രാത്രിയാവും, അങ്ങനെയൊക്കെയുള്ള ഒരു വേണ്ടേ എന്നുള്ള ഒരു കാട്ടിക്കൂട്ടൽ പോലെയൊക്കെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചില സമയത്ത് പിടിവിട്ടു പോകുന്ന കാര്യങ്ങൾ. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോർട്ട് തരേണ്ടതായിട്ടുള്ള കരങ്ങൾ കൈമലർത്തി നിൽക്കുന്ന അവസ്ഥ. ആ ഒരു കാര്യമാണ് ഇതിലെ ഏറ്റവും വലിയ വിഷമം. നിങ്ങൾ ലൈഫിൽ ഒറ്റക്ക് പോരാടുന്നു, ഒറ്റക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങൾ നിങ്ങളിലോട്ട് വരുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പല ഉദ്ദേശങ്ങളും ഉണ്ട്. പക്ഷേ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പല വിധത്തിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഒന്നല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആയിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു താങ്ങുണ്ടെങ്കിലും ഒക്കെയാണ്. ഇത് ചില കാര്യങ്ങളിൽ അതുപോലും താങ്ങ് കിട്ടാത്തൊരവസ്ഥ ഇവിടെ കാണിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ശത്രു അത് നല്ല രീതിയിൽ നിങ്ങളുടെ പ്ലാനിങ് എന്താണ്, നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അതൊന്ന് സൂക്ഷിച്ചും കണ്ടും പറയരുത്. കാരണം നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ അടുത്ത് കംഫർട്ടാണെന്ന് ആദ്യമൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറക്കുന്ന സ്വഭാവമുണ്ട്. അതൊന്ന് നിർത്തുക. കാരണം എല്ലാ കേൾക്കുന്ന ആളുകളും
നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നതല്ല. കാരണം നല്ല രീതിക്ക് എക്സ്പെക്റ്റേഷൻസ്, സ്നേഹങ്ങൾ, കാര്യങ്ങളെല്ലാം വാരി വിതറി നല്ല രീതിയിൽ പണി മേടിച്ച ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞു പോയല്ലോ, അവരോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. പിന്നെ ഇരിക്കും നിങ്ങൾ മാത്രം അറിയില്ല, സത്യമായിട്ട് ലോകം മുഴുവൻ അറിഞ്ഞിട്ടുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളിലോട്ടൊക്കെ പോവാതിരിക്കുക. നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളോടൊക്കെ പറയുമ്പോൾ അതിനവര് പൂർണ്ണമായിട്ടും തടസ്സം വെക്കുവാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. കാരണം വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ, പരിപാടികളൊക്കെ ചെയ്യുക. പ്രിക്കോഷൻസ് കുറച്ച് കാര്യങ്ങളിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, പരിപാടികളിലൊക്കെ പ്രിക്കോഷൻസ് എങ്കിലും എടുത്തു വെക്കുക. അതാണ് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും ഇപ്പൊ നമുക്കിത് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബാധിച്ചിരിക്കുന്ന കാര്യങ്ങൾ പരിഹാരങ്ങൾ ചെയ്ത് മാറ്റുക. ഇനി ബാധിക്കാതിരിക്കാൻ അതിൻ്റെ പ്രിക്കോഷൻസ്, പരിപാടികളൊക്കെ എടുത്തു വെക്കുക. അല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താന്ന് പറയുമ്പോൾ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ വീഡിയോ വാച്ച് ചെയ്യുന്ന പല ആളുകളും ചിന്തിക്കുന്നുണ്ട്, എനിക്കെന്നും ഇതേപോലെയാണല്ലോ, എനിക്കെന്ത് നല്ല സമയമൊന്നും ഇല്ലേ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. നല്ല സമയങ്ങൾ മാറി മറിഞ്ഞ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് അനുഭവിക്കാൻ യോഗമില്ലാത്തത് ഈ ബ്ലാക്ക് മാജിക്ക് മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ ബ്ലാക്ക് മാജിക്ക് മുന്നിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അനുഭവിക്കാനുള്ള യോഗങ്ങൾ താരതമ്യേന കുറവായിരിക്കും. എല്ലാം തടസ്സം വരുത്തിക്കളയും. അതാണ് അതിൻ്റെ പ്രശ്നങ്ങൾ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ നോക്കുക. ഇതാണ് ഇപ്പൊ നിങ്ങളുടെ ശത്രുവിൻ്റെ പരിപാടികൾ. ഇതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.